പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ എന്നീ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയുള്ള വാക്കുകളാണ്. മനുഷ്യൻ്റെ അറിവിലോ പരിജ്ഞാനത്തിലോ കഴിവിലോ അല്ല ദൈവസഭ പണിയപ്പെടുന്നത് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. പണിക്കാരെ കർത്താവ് നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇന്നും അങ്ങനെ തന്നെ ചെയ്യുന്നു. കർത്താവ് തിരഞ്ഞെടുക്കുന്നവരെ എങ്ങനെയുള്ളവരാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിരുന്നു, എന്നാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ കെൽപ്പുള്ളവരായിരുന്നു അവർ. ലോകത്തിൻ്റെ ജ്ഞാനം, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകൾ, കർത്താവിൻ്റെ പണിക്കിതൊന്നും കർത്താവ് മാനദണ്ഡമായി എടുക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം വീട് പണിയാറുള്ളവരാണ്. അനേക പണിക്കാരെ അതിനായി നാം നിയോഗിക്കും. പണി ചെയ്തതിൻ്റെ പേരിൽ ഒരു പണിക്കാർ പോലും വീടിൻ്റെ അവകാശിയായി മാറുന്നില്ല. നമ്മുടെ വീട് പണിക്കാർക്ക് തക്ക കൂലി നാം കൊടുത്ത് അവരെ നമ്മുടെ പണി കഴിയുമ്പോൾ പറഞ്ഞയക്കുന്നു. കർത്താവും പണിക്കായി നിയോഗിക്കപ്പെടുന്നവർക്കെല്ലാം തക്ക കൂലി കൊടുക്കുന്നവരാണ്. അപ്പോൾ തന്നെ സഭ ദൈവത്തിൻ്റെതാണ് എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും എങ്കിൽ ആ പണിക്ക് വേണ്ടി എന്നെയും തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്നേഹം ഓർത്ത് കർത്താവിന് നന്ദി കരറ്റി കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കാം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. God bless you all.